സൂപ്പർ, അതാണ് സൂപ്പർ. സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി, ഒരു രക്ഷയില്ല. കാശ് എല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട്. അതെ, നല്ല സിനിമയാണ്. എമ്പുരാൻ അപ്പനായിട്ട് കൊള്ളാം. അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളി. ടൈലൻഡും അത്യാവശ്യം. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് ലാഗാന്നല്ല, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി അടിപൊളി. കാണാൻ മനസ്സിലാവും. അടിപൊളി പടം, സൂപ്പർ. പിന്നെ ലണ്ടനോ അമേരിക്കയിലെ ഇടിയൊന്നും അല്ല, കേരളത്തിലെ ഇടി. അതാണ് അടിപൊളി, സൂപ്പർ. ഇന്റർവെൽ കഴിഞ്ഞ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ബോളിവുഡ് ലെവൽ സൂപ്പർ, അതാണ് സൂപ്പർ. സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, കണ്ടാ മതി. അയ്യോ, അതിനെക്കാട്ടും മേലെ. ഇത് ബോളിവുഡ് ഒരു മോഡ. അല്ലല്ല, പേര് പറയുന്നത് അതൊക്കെ മേലെ. മൂന്നാം പാട്ടുണ്ടോ? ഉണ്ട്. അയ്യോ, മൂന്നാം പാട്ടുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ്. ഓവർ ഹൈപ്പ് ആയതുകൊണ്ടായിരിക്കും സെക്കൻഡ് ഹാഫ് കുറച്ച് ഫ്ലാറ്റ് ആയി പോകുന്നു. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നിയത്. മോസ്റ്റ്ലി കണക്ട് ആവാൻ കുറച്ച് കുഴപ്പമില്ല, അത്യാവശ്യം കണക്ട് ആവും. പക്ഷെ ലൂസിഫറിന്റെ അത്ര ഒരു കണക്ഷൻ വന്നില്ല. അതൊക്കെ നല്ല കണക്ട് ആയിരുന്നു. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. തേർഡ് പാർട്ടിലും കൊള്ളാം, ബിൽഡപ്പ് ഒക്കെ കൊള്ളാം. പക്ഷെ ഡ്രാഗൺ ക്യാരക്ടർ കൊള്ളാം. പക്ഷെ എന്തായാലും സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ചുകൂടി പ്രതീക്ഷിച്ചതുകൊണ്ടാവും നമുക്ക് കുറച്ചൊരു ഫ്ലാറ്റ് ആയി. അത്യാവശ്യം ഇറ്റ്സ് ഓക്കെ. ഹൈപ്പ് സീനായി പോയെന്നാണ് പറഞ്ഞത്. ഓവർ ഹൈപ്പ് സീനായി പോയ പോലെ തോന്നി. പക്ഷെ ഹൈപ്പിനുള്ള പടം, ഡീസന്റ് പടം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാക്കിയാണ്. പൃഥ്വിരാജിനെ നമുക്ക് അഭിനന്ദിക്കാം. കാശ് എല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട്. അതെ, അടിപൊളിയായിരുന്നു. കണക്ട് ആയി. സെറ്റാണ്, സൂപ്പറാണ്. അതൊക്കെ അടിപൊളിയാണ്. ഉണ്ട്. തീർച്ചയായും എല്ലാത്തിനും കണക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ മൊത്തത്തില് ഇന്ത്യൻ എല്ലാം കണക്ട് ചെയ്തിട്ടാണ്. സെറ്റാണ്. തേർഡ് പാർട്ടിക്കുള്ള അതും കൂടി ഉണ്ട്. ഓവറോൾ അടിപൊളിയാണ്. എത്രയില് 4.5 അടിപൊളി.